രസം എന്താ പറയുമോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ വീഡിയോ എടുക്കാം. അപ്പോൾ ഒരു റിംഗ് ടൂൺ കേൾക്കുന്നുണ്ട്. ബട്ട് ഞാൻ വിചാരിച്ചത് ഞാനിപ്പോൾ കടയിലായിരിക്കുന്നത്. ആ കടയിൽ ഓർഡറുകൾ വരുമ്പോൾ മറ്റേ ഫോണിൽ നിന്നുള്ള റിംഗ് ടൂൺ ആണെന്ന് ഞാൻ ഇരിക്കുകയാണ്. കാര്യം വെച്ചാൽ ഞാൻ നമ്മുടെ സാഗർ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചിങ്ങനെ അവിടെ നേരെ ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ മോള് ഭയങ്കര വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതായി ഫോൺ ഉണ്ട്, നമ്മൾ ഷെഫിയുടെ ഫോണാണ്. പക്ഷേ എനിക്കറിയില്ല, അതിന് ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താക്കി എൻ്റെ വലത്തെ, അതായത് പാണ്ടിൻ്റെ വലത്തെ പോക്കറ്റിൽ സംഗതി ഇട്ടു. അപ്പോൾ നമ്മൾ സംഗതി ഇതിൻ്റെ ഈ എൻ്റെ ഫോണിൻ്റെ കവറും ഈ ഫോണിൻ്റെ കവർ ഏകദേശം ഒരുപോലെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ്. നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ അങ്ങനെ എടുത്തിട്ട് നേരെ മറ്റേ പാണ്ടിൻ്റെ വലത്തെ പോകലിട്ടു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഷെഫിനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സംഭവം കേട്ടോ. ഓക്കെ, ഹലോ ചങ്സുകളെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വരുവാണ്. പക്ഷെ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലൊരു മൊബൈൽ എൻ്റെ കയ്യിൽ പെട്ടു, അറിയാതെ എൻ്റെ പോക്കറ്റിൽ പെട്ടു. അതായത് ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 10 മണി തൊട്ട് 10 മണി മുതൽ എൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഒന്നും പറയണ്ട. എന്തായാലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകണം കേട്ടോ. എൻ്റെ മോളുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ റിംഗ് ടൂൺ എന്താണെന്ന്. അപ്പം ആ ഒരു സ്ഥാപനം ഏതാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഓർഡറാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് എന്തായാലും കേട്ടോ. വിഷമമുണ്ട്. എന്തായാലും തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഒരു സോറി എങ്കിലും പറയണം എനിക്ക്. ഓക്കെ, അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥാപനം ഏകദേശം അടുക്കാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു വാട്ടർഫോൾ അല്ലേ. ഇതിൽ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ബുറേദയിൽ ആണ് ഈ സംഭവം, അറിയാലോ അല്ലേ. മുന്തസ റോട്ടിലേക്ക് തിരിയുന്ന, അതുമല്ല ഹബീബ് ഹോസ്പിറ്റലിൻ്റെ ആ റൗണ്ട് ബോട്ടാണ് ഈ സംഗതി. അപ്പോൾ ഞാനെന്തായാലും ആ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇതെല്ലാം. നമ്മുടെ ഗ്ലോബലിലുള്ള ഗ്ലോബൽ സിഗ്നൽ എത്താറായി. വളരെ മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഞങ്ങളുടെ കസീബിലെ ഈ ഒരു അടയാളം, ഗ്ലോബ്. എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ മാനേജ്മെൻറ്റിനോട് ഞാൻ എന്തായാലും ഒരു സോറി കേട്ടോ. അത് ഞാൻ അവിടെ 2 മണിക്കൂറത്തെ ഓർഡറാണ്. അവരുടെ മെയിൻ ഫോണാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. എന്നാലും അവരത്രയും എന്താ പറയുക, ഒരു സ്നേഹത്തോടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ദേഷ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തായാലും കാണാം കേട്ടോ. സിഗ്നൽ ആയിട്ടുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കണ്ടന്റ് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു കണ്ടന്റ് ഇങ്ങനെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസ്ഥ വെച്ചോക്കാം. അത് ഭയങ്കര കണ്ടന്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എവിടെയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നല്ല കേട്ടോ. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ അറിയാതെ എടുത്താൽ അത് നമ്മൾ പല രീതിയിലേക്കാകാം. ചിലപ്പോൾ ഒരു കളനായി മാറും അല്ലേ. സത്യല്ലേ എൻ്റെ പൊന്നു ചെവി. ഓക്കെ, നമ്മുടെ ആ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാണാം കേട്ടോ. നമ്മൾ എന്തായാലും ആ ഷോപ്പിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ കേട്ടോ. എന്തായാലും ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. പക്ഷേ എന്തായാലും അവർക്ക് നല്ലൊരു ആ ഷോപ്പ് കാണിക്കാൻ പറ്റും. എന്തായാലും ആ നെസ്റ്റോടെ ഓപ്പോസിറ്റ് സൈഡുള്ള സാഗർ ഹോട്ടലാണ് ഞാൻ പറഞ്ഞ ആ ഷോപ്പ് കേട്ടോ. എന്തായാലും നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു 2 മണിക്കൂറത്തെ കച്ചവടം തന്നെ. ദൈവമേ, എനിക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ആ കഥയിലെ നായകൻ ഇതാണ് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ഷെഫി. നമ്മളിതാ കൊണ്ടുപോയ ഫോണാണ്, അത് നേരെ കൊണ്ട് കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവരുടെ 2 മണിക്കൂറത്തെ ആ ഓർഡറുകളെല്ലാം പാവം അത്രയ്ക്ക്. പിന്നെ ആ കുഞ്ഞിൻ്റെ ആ സ്നേഹം കണ്ടില്ലേ, പിന്നെ മറ്റേ ഷെഫിയുടെ ആ സ്നേഹം, അയാളുടെ ആ നിഷ്കളങ്കമായ മനസ്സാണ്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചായ ഒരു കാര്യം ജസ്റ്റ് ഇവിടെ നല്ല തിരക്കായിരുന്ന സമയത്ത് അപ്പം ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ വേറെ ചെറിയൊരു തിരക്കിലായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 7 കോൺടാക്റ്റിന് റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് 1 2 3 4 5 6 7 അതെ എൻ്റെ പൊന്ന് സുഹൃത്ത്, 7 ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ അതെ 10 മണിക്ക് 10 മണി കഴിഞ്ഞു. 10 അല്ലേ, 10 മുതൽ 11. സോറിട്ടോ മൊബൈൽ മിസ്സായി പോയതാണ്. അറിയാതെ നമ്മളൊരു ചങ്ക് ബ്രോ ആളുടെ മൊബൈലാന്ന് വെച്ചിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോയതുകൊണ്ടാണ്. സോറി. അപ്പം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്നെ കാണുന്നവരെ, ഈ ഓർഡർ ചെയ്തവരെ സോറിട്ടോ, മൊബൈൽ മാറിപ്പോയതുകൊണ്ടാണ് ഓർഡർ ലേറ്റ് ആയി നോക്കാതിരുന്നത് കേട്ടോ. സോറി. അപ്പം ഞാനും പ്രത്യേകിച്ച് നിങ്ങളോട് സോറി, ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അത്രയും ചിലപ്പോൾ ഈ സമയത്ത് പറഞ്ഞാൽ വിശന്ന് കുടലിൽ കരുതുന്ന സമയത്തായിരിക്കും നിങ്ങൾ വിളിച്ചത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സാഗർ ഹോട്ടൽ മറക്കരുതേ. ഇവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. അതാണ് ഞാൻ പെട്ടെന്ന് വന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിയാസ്ക എന്ന് പറയുമ്പോൾ ബുറേദയിൽ തന്നെ ചായപ്രേമികളുടെ ഒരു ഹരമായ ഒരു ചായക്കാരൻ അല്ലേ. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ചായ ഒരു വീഡിയോ എടുക്കുന്നു പറഞ്ഞു. ഇന്ന് തന്നെ അതിൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി അല്ലേ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ സുഹൃത്തുക്കളെ. ഏറ്റവും നല്ല ബുറേദയിൽ തന്നെ ഏറ്റവും നല്ല ചായ കിട്ടുന്ന ഒരു ഷോപ്പ് ആണ് ഇത്. അപ്പം വീണ്ടും ഇതാണ് ഞാൻ പറഞ്ഞ അതെ കേട്ടോ. റിയാസ്ക അപ്പം തിരക്കെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയാസ്ക പറഞ്ഞ റിയാസ്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ചായ
നിങ്ങളെന്താ എൻ്റെ വീഡിയോ എടുക്കാതെ? ഞാൻ ഇന്നും കൂടെ പറഞ്ഞു പോയിട്ടുള്ളൂ. ആ റിയാസ്കയുടെ ചായ ഞാനിപ്പം കുബേബിൽ വേറെ ആവശ്യം വേണ്ടി പോയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ റിയാസ്കയുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് കയറി. ഞാൻ പറയട്ടെ, ആ ഒരു ടേസ്റ്റിലായിരിക്കാം ഞാൻ എല്ലാം മറന്നുകൊണ്ട് ഷെഫിക്ക് പൈസയും കൊടുത്തത്. അവിടെ ആ ചായ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ചായ അത്ര എനിക്ക് ഇഷ്ടമാണ്. ആ ചായ ഞാൻ അവിടുന്ന് കുടിച്ചിട്ട് ആണ് ആ മൊബൈലും കൊണ്ട് ഞാൻ കടന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ഒരു അത്രയും ടേസ്റ്റാണ്. ഞാൻ എവിടെ പോയാലും ഇതുവഴി കടന്നു പോയാലും ഇയാളുടെ ചായ കുടിച്ചിട്ടേ പോകുന്നു. അപ്പോൾ നിങ്ങളും അറിയാം ടേസ്റ്റ്. പല ഭാഗത്തു നിന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നിട്ട് ചായ കുടിക്കാൻ എത്തും. ഞാൻ പറഞ്ഞില്ലേ, കണ്ടന്റ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കഥ എഴുതാൻ വേണ്ടി. പക്ഷേ ഇങ്ങനത്തെ കണ്ടന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയാണ് അല്ലേ? അപ്പോൾ സാഗർ ഹോട്ടലിൻ്റെ മനോഹരമായ ദർശനം ഇതൊന്നും അല്ലാട്ടോ, വളരെ തിരക്കാണ് ഞാൻ വരുമ്പോൾ. അപ്പം നമ്മൾ ചായ പല നല്ല അടിപൊളിയായിട്ടുള്ള ചായകൾ നമ്മുടെ റിയാസ്ക അതെന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരും. അതുപോലെ ഷെഫിയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? നിഷ്കളങ്കമായ രീതിയിലായിരുന്നു. ഹലോ, അങ്ങനെയല്ല, ഒരു ഫോണ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നാണ് ചോദിച്ചത് ഷെഫി. അപ്പം ഞാൻ ഈ സംഗതി റിങ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയുന്നില്ല. ആ വീഡിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ വീഡിയോ എടുത്തപ്പം ആ റിംഗ് ടൂൺ നിങ്ങൾക്ക് കേട്ടില്ലേ? അതാണ്. അപ്പം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. 7-8 ഓർഡറുകൾ മിസ്സായിട്ടോ. അപ്പം എന്തായാലും എല്ലാവരും വരിക, സാഗർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക. അത്രയും മനോഹരമായി ഇവരുടെ ആ മനസ്സുപോലെ തന്നെയാണ് ഇവിടുത്തെ ഫുഡുകൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാൽ ആ വീഡിയോ ക്ലിപ്പ് കുറച്ച് കാണിച്ചിട്ടേന് കണ്ടോ, നോക്കിക്കോ. ഞാനിതാ റിയാസ്കയുടെ ചായ കുടിക്കുന്നു. റിയാസ്കയുടെ ചായയുടെ ആ ഒരു ടേസ്റ്റിൽ ഞാനിതാ ഷെഫിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പയ്യൻ വരുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അമേരിക്കൻ മറ്റേ ചോക്ലേറ്റ് അല്ലേ, ചോക്ലേറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഇക്കോട് സംസാരിക്കുന്നു. അപ്പം അങ്ങനെ അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് വന്ന് എന്ത് ചെയ്തു, നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ട് ഇതാ ആ മൊബൈലിൽ ഞാൻ അറിയാതെ സംഗതി കരസ്ഥാക്കുന്ന വീഡിയോ ഇപ്പം കണ്ടോ. ഇതെപ്പെടുക്കും ചായ വെക്കുന്നു, മൊബൈൽ എടുക്കുന്നു, പോക്കറ്റിലിടുന്നു. കറക്റ്റ് നോക്കുക നിങ്ങൾ കണ്ടോ. ഞാനത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ സെയിം തന്നെയാണ് ചെങ്കികൾ, സെയിം തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ ആ മൊബൈൽ എടുത്തിട്ട് അങ്ങനെ പോകുന്നു. ഇതാണ് സംഭവം. അപ്പം ഈ വീഡിയോയുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും അബദ്ധം വെച്ചാൽ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും കുറച്ച് ശ്രദ്ധയോടെ ചെയ്താൽ നല്ലതാണ്. ഇതിപ്പോൾ ഇവിടെ ആയ കാരണം ഈ പാവം രക്ഷപ്പെട്ടു. ഇത് വേറെ എവിടെയെങ്കിലാണെങ്കിൽ കഥ മാറി ചിലപ്പോൾ ഒരു കള്ളനായി മാറും കേട്ടോ. താങ്ക് യു ഷെബി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് അങ്ങോട്ട് ഫോട്ടോ കണ്ടു കേട്ടോ. ഓക്കെ, താങ്ക് യു.